നോക്കാം വാർത്തകളിലേക്ക് വിശദമായി തന്നെ. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ആശിഷ് മിശ്രയ്ക്ക് അന്വേഷണ സംഘം നോട്ടീസ് അയച്ചിരുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കെ.പി. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ആശിഷ് മിശ്ര ചോദ്യം ചെയ്യലിന് ഹാജരാക്കുമെന്നുള്ള ഒരു വാർത്ത അത് എത്രത്തോളം സ്ഥിരീകരിക്കാം എന്നുള്ള വിഷയം കൂടിയാണ്. ഒപ്പം സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഏതെല്ലാം വാദങ്ങൾ, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നുള്ള വിശദീകരണങ്ങളെല്ലാമാണ് പരിശോധനയ്ക്ക് വരുന്നത്? അപർണ, ഇന്ന് റിസർവ് പോലീസ് ലൈനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയ്ക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശിഷ് മിശ്രയ്ക്ക് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുവാനൊക്കെയുള്ള സാധ്യത മുന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ ആശിഷ് മിശ്ര നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുന്നതിനോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ചുകൂടി നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ആശിഷ് മിശ്ര വിഷയത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ലഖിംപൂർ ഖേരിയിൽ കർഷകരടക്കം 8 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ള 2 അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിന് കത്ത് അയച്ചിരുന്നു. പൊതുതാൽപര്യ ഹർജിയായി ഈ കത്ത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി മുന്നോട്ടു പോകുന്നത്. ഇന്നലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു, എന്തൊക്കെ നടപടികളാണ് എടുത്തത് എന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ, ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ഹിമ കോഹ്ലി എന്നിവരടങ്ങുന്ന ബെഞ്ച് ഉത്തർപ്രദേശ് സർക്കാരിനോട് ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ മകന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് അയച്ചത്. അതോടൊപ്പം തന്നെ 2 പേരെ, കർഷകരെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ആശിഷ് പാണ്ഡെ, ലവ് കുഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്ന ഇടപെടലുകൾ നിർണായകമാകും. പ്രത്യേകിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും എന്ത് നടപടി ഉണ്ടായി എന്ന ചോദ്യം ആവർത്തിക്കുകയാണ് എങ്കിൽ, അതോടൊപ്പം ഇപ്പോഴത്തെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടും അതൃപ്തി അറിയിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് രാഷ്ട്രീയമായി കൂടി ഈ വിഷയം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനും BJPക്കും വലിയ തിരിച്ചടിയാകും. ഏത് രീതിയിലാണ് പ്രതിപക്ഷം ഉറ്റുനോക്കുന്നത്? പ്രത്യേകിച്ച് അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിന് സമാനമായിട്ടുള്ള സാഹചര്യം ഹരിയാനയിലും സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് രാഷ്ട്രീയപരമായി ഏതെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങളും എങ്ങനെയാണ് ഇത് ഉറ്റുനോക്കുന്നതെന്നാണ് വിലയിരുത്തേണ്ടത്? അപർണ, ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാർഷിക വിഷയം തന്നെയായിരിക്കും ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന നിലയിൽ പ്രതിപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമാക്കി നിർത്തണം എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ തീരുമാനമാണ്. എന്നാൽ കർഷക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഹൈജാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാട് കർഷക സംഘടനകൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർഷക സംഘടനകൾ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ ലഖിംപൂർ ഖേരിയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. ഒപ്പം ലഖിംപൂർ ഖേരിയിലെ പ്രതിഷേധം കർഷക സംഘടനകൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതിൽ കർഷക സംഘടനകൾക്കിടയിൽ തന്നെ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. കേന്ദ്രമന്ത്രിയുടെ രാജി ഉറപ്പാക്കും വരെ പ്രതിഷേധം തുടരണം എന്നായിരുന്നു ഒരു വിഭാഗം കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അത്തരം പ്രതിഷേധം തുടർന്നാൽ തീർച്ചയായും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആ സ്ഥലത്ത് തമ്പടിക്കുകയും അങ്ങനെ ഇതിന് ഒരു രാഷ്ട്രീയ മുഖം കൂടുതലായി കൈവരുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടാകും. ഈ വിഷയത്തെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഏറെ കരുതലോടുകൂടി തന്നെയാണ് നോക്കുന്നത്. കർഷകരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിമർശനങ്ങൾ ഈ നിലയിലും, അതായത് രാഷ്ട്രീയമായാണ് ഇതിനെ പ്രതിപക്ഷ പാർട്ടികൾ മുതലെടുക്കുന്നത് എന്ന തരത്തിൽ പരാമർശങ്ങൾ കൂടുതലായി ഉണ്ടായാൽ അതും തിരിച്ചടിയാകുന്ന പശ്ചാത്തലമുണ്ടാകും. BJP ഈ വിഷയത്തിന് ആദ്യമേ തന്നെ തടയിട്ടത് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടായിരുന്നു. ഒരു ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സ്വഭാവം BJPക്ക് ഇല്ല എന്ന തരത്തിൽ ആയിരുന്നു BJPയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടായത്. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം അപകട സമയങ്ങളിൽ നേതാക്കൾ ഓടിയെത്തുന്നത് എന്നും ഈ കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് തന്നെ പരിഷ്കരണത്തിന് ആദ്യം തയ്യാറെടുത്തത് UPA സർക്കാരാണ്. NCP കൃഷിമന്ത്രിയായിരുന്ന ശരത് പവാറാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്തത് എന്ന
നിലപാട് BJPയും സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ കരുതലോടുകൂടി തന്നെയായിരിക്കും ലഖിംപൂർ വിഷയം ഏതായാലും ഇന്ന് കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഏത് രീതിയിലുള്ള നിർണായകമായിട്ടുള്ള ഏത് ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുകൂടിയാണ് രാഷ്ട്രീയപരമായി കൂടി രാജ്യം ഉറ്റുനോക്കുന്നത്. യുപിയിൽ കർഷക സമരത്തിന് നേരെ വാഹനം ഇടിച്ചുകയറ്റിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തും. KPCC അധ്യക്ഷൻ നേതൃത്വം നൽകുന്ന മാർച്ചിൽ MPമാരും MLAമാരും അടക്കം പങ്കെടുക്കും. മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് 11 മണിയോടെ രാജ്ഭവന് മുന്നിലെത്തും. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് ചെറിയാൻ ഫിലിപ്പ് സർക്കാരിന്റെ ആവശ്യം നിരസിച്ചു. സർക്കാർ ഉത്തരവിറക്കിയത് ചെറിയാൻ ഫിലിപ്പുമായി കൂടിയാലോചന ഇല്ലാതെ എന്നാണ് സൂചന. പുസ്തകരചനയിൽ വ്യാപൃതനായതിനാൽ സ്ഥാനം ഏറ്റെടുക്കാനില്ല എന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ വിശദീകരണം. വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, വ്യക്തമാക്കുന്നത് പുസ്തകരചനയുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും വ്യാഖ്യാനങ്ങളുണ്ടോ? അങ്ങനെ ഒരു പോസ്റ്റിൽ നിന്ന് പരിപൂർണമായും മാറി നിൽക്കുന്നതിന് കാരണം? അപർണ, നേരത്തെ ശോഭന ജോർജ് ഒഴിഞ്ഞ ആ പോസ്റ്റിൽ ഇന്നലെയാണ് ചെറിയാൻ ഫിലിപ്പിനെ നിയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയത്. പക്ഷേ ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നതാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ നിലപാട്. സാധാരണ രീതിയിൽ ഇത്തരമൊരു ഉത്തരവ് ഇറങ്ങണമെങ്കിൽ അത് ചെറിയാൻ ഫിലിപ്പുമായുള്ള ആശയവിനിമയത്തിന് ആകണം സാധാരണ അത്തരം ഉത്തരവ് ഇറങ്ങേണ്ടത്. അതിനുശേഷം ഇത്തരത്തിലൊരു നിലപാട് ചെറിയാൻ ഫിലിപ്പ് എടുക്കാനും സാധ്യതയില്ല. പക്ഷേ ഇതിൽ കൂടിയാലോചന നടന്നിട്ടില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ചെറിയാൻ ഫിലിപ്പ് തയ്യാറായിട്ടില്ല. താൻ പുസ്തകരചനയുടെ തിരക്കിലാണ്. അടുത്ത ദിവസം തന്നെ പുസ്തകം പുറത്തിറക്കേണ്ടതുണ്ട്. വലിയ ഗവേഷണം ഈ പുസ്തകം രചനയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ചെറിയാൻ ഫിലിപ്പ് നൽകുന്ന വിശദീകരണം. പക്ഷേ അതിനപ്പുറം ഈ നീക്കത്തിന് മറ്റു ചില മാനങ്ങൾ കൂടിയുണ്ട്. കാരണം നേരത്തെ തന്നെ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹം CPM നേതൃത്വവുമായി അദ്ദേഹത്തിൻ്റെ അകൽച്ച വ്യക്തമായിരുന്നു. പുസ്തകരചന പ്രഖ്യാപിച്ചപ്പോൾ, അതായത് CPMന്റെ ഉൾപാർട്ടി രാഷ്ട്രീയം അടക്കം ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുസ്തക രചനയ്ക്കാണ് ചെറിയാൻ ഫിലിപ്പ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുതൽ തന്നെ അദ്ദേഹം CPM നേതൃത്വവുമായി ചെറിയ അകൽച്ചയുണ്ടായിരുന്നു. രാജ്യസഭാ സീറ്റ് അദ്ദേഹം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടുകയും ചെയ്തിരുന്നില്ല. ആ തരത്തിൽ ചില അകൽച്ചകൾ CPM നേതൃത്വവുമായി ചെറിയാൻ ഫിലിപ്പിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ നീക്കം പ്രധാനമാണ്. ഈ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം താൻ ഏറ്റെടുക്കില്ല എന്നതാണ് ചെറിയാൻ ഫിലിപ്പ് CPM നേതൃത്വത്തെയും സർക്കാരിനെയും അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ചെറിയാൻ ഫിലിപ്പ് കൂടുതൽ വിശദീകരണം നൽകാൻ തയ്യാറാവുന്നില്ലെങ്കിൽ കൂടിയും കൃത്യമായി വ്യക്തമാണ് അദ്ദേഹത്തിന് ചില അതൃപ്തികളുണ്ട്. കൂടിയാലോചനയില്ലാതെയാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചുകൊണ്ട് തീരുമാനമെടുത്തത്. എന്തായാലും അത് ആ അതൃപ്തി പരസ്യമാക്കി കൂടിയാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പം ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൂടിയാലോചനകളോ മറ്റോ സർക്കാർ ഭാഗത്തു നിന്ന് വൃത്തങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതായിട്ടുള്ള സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ സജിത്ത്? അത്തരം സൂചനകൾ ലഭ്യമായിട്ടില്ല അപർണ. എന്തായാലും അത്തരം ചർച്ചകളുടെ സാധ്യതയും ഇല്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പുസ്തകരചനയാണ്, അതുകൊണ്ട് തന്നെ ഇത്തരം തിരക്കുകളിൽ തനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നതാണ് ചെറിയാൻ ഫിലിപ്പ് പരസ്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയില്ല. പുതിയ ഒരാളെ ഈ വിഷയത്തിലേക്ക് നിയോഗിക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഒരു കാര്യം, ഇത്തരത്തിൽ ഇന്നലെ ഒരു ഉത്തരവ് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായും അതിൽ കൂടിയാലോചനകൾ നടക്കേണ്ടതായിരുന്നു. ആ തരത്തിൽ കൂടിയാലോചന നടന്നില്ല എന്നതാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ വിശദീകരണം. എന്തായാലും ചില ആശയപ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ CPM നേതൃത്വം ഏത് തരത്തിലാണ് ഇതിനോട് വിശദീകരിക്കാൻ പോകുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ്. CPM നേതാക്കളൊക്കെ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അവരുടെ പ്രതികരണവും നമുക്ക് പ്രതീക്ഷിക്കാം. ചെറിയാൻ ഫിലിപ്പ് കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾക്കില്ല. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും അറിയിച്ചിട്ടുണ്ട്. റൈറ്റേഴ്സ് TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായ 9ാം ദിവസവും ഇന്ധനവില വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാനത്ത് ഡീസൽ വില 100-നരികെ എത്തി. ഡീസലിന് 37 പൈസയും പെട്രോളിന് 30 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. തിരുവനന്തപുരത്ത് ഡീസൽ വില 99 രൂപ 10 പൈസയായി. 105 രൂപ 78 പൈസയാണ് തിരുവനന്തപുരത്ത് പെട്രോൾ വില. കൊച്ചിയിൽ പെട്രോൾ വില 103 രൂപ 80 പൈസയും ഡീസൽ വില 97 രൂപ 20 പൈസയുമായി. കോഴിക്കോട് പെട്രോൾ വില 104 രൂപ 2 പൈസയുമായും ഡീസൽ വില 97 രൂപ 51 പൈസയുമായും വർദ്ധിപ്പിച്ചു. തുടരുന്ന മോൺസന്റെ തട്ടിപ്പുകൾ. നടൻ
ശ്രീനിവാസനും പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലും ചേർന്ന് സിനിമ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി വെളിപ്പെടുത്തൽ. മോൺസണെതിരായ പരാതിക്കാരൻ അനൂപ് മുഹമ്മദാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. മോൺസണെതിരെ പരാതിക്കാരെ തട്ടിപ്പുകാരെന്ന് വിളിച്ച ശ്രീനിവാസനെതിരെ വക്കീൽ നോട്ടീസും അയച്ചു. സഹായി ആന്റണി വഴിയായിരുന്നു നടൻ ശ്രീനിവാസനും മോൺസൺ മാവുങ്കലും അടുത്തത്. 10 കോടി രൂപ മുടക്കി സിനിമ നിർമ്മിക്കുന്നതിനാണ് ശ്രീനിവാസനും മോൺസണും പദ്ധതിയിട്ടതെന്ന് അനൂപ് മുഹമ്മദ് പറയുന്നു. എന്നാൽ പദ്ധതി നടപ്പാകില്ലെന്ന് വ്യക്തമായതോടെ ശ്രീനിവാസൻ മോൺസനെ തള്ളിപ്പറയുകയായിരുന്നു. കേവലം പരിചയം മാത്രമുള്ള വ്യക്തിയടച്ച ലക്ഷങ്ങളുടെ ആശുപത്രി ബിൽ എന്തുകൊണ്ട് ശ്രീനിവാസൻ മടക്കി നൽകിയില്ലെന്നും പരാതിക്കാരനും ശ്രീനിവാസന്റെ മുൻ ബിസിനസ് പങ്കാളിയുമായ അനൂപ് മുഹമ്മദ് ചോദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാന്യതയുള്ള ആളുകൾ എന്താ ചെയ്യുക? സാധാരണ ഒരാൾ എന്താ ചെയ്യുക? എനിക്ക് വേണ്ടി ചികിത്സാ സഹായം ചെയ്ത ചെറിയ പൈസ ഇനി ഓക്കെ, അതൊരു വലിയ എമൗണ്ട് ആണെങ്കിൽ അയാൾ ഫ്രോഡാന്ന് ഞാൻ പിന്നീട് തിരിച്ചറിയാണ്, അല്ലെങ്കിൽ അയാളെ എന്നെ പറ്റിക്കാൻ തിരിച്ചറിഞ്ഞ് എൻ്റെ ഒരു ഔദാര്യം വേണ്ട, നിൻ്റെ പൈസ അവൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആരെങ്കിലും കൊടുത്തേക്കല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ മറ്റുള്ളവരെ പറ്റി ഫ്രോഡൊന്നും, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ സ്വയം ആളോടൊന്ന് ചെക്ക് ചെയ്യാൻ പറയുക, അയാൾ അത്ര നല്ലവനാണോ എന്ന് അദ്ദേഹത്തിനോട് ചെക്ക് ചെയ്യാൻ പറയണം. മോൺസണെതിരെ പരാതി നൽകിയവർ തട്ടിപ്പുകാരാണെന്ന് കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആരോപണത്തിൽ വിശദീകരണം തേടി പരാതിക്കാർ ശ്രീനിവാസന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ ഇടപാടുകൾ വെളിപ്പെടുത്തുമെന്നും പരാതിക്കാർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിനെതിരായ പരാതിക്കാർക്ക് ഭീഷണി. കൊച്ചിയിലെ ഹോട്ടലിലും വീട്ടിലും എത്തിയാണ് ഗുണ്ടകൾ ഭീഷണി മുഴക്കിയത്. ജീവനും സ്വത്തിനും സുരക്ഷ ആവശ്യപ്പെട്ടിവർ DGPക്ക് പരാതി നൽകി. അതിനിടെ തന്റെ അറിവില്ലാതെ അക്കൗണ്ട് സൃഷ്ടിച്ച് പണമിടപാടുകൾ നടത്തിയെന്നാരോപിച്ച് മോൺസന്റെ മുൻ ഡ്രൈവർ അജി നെട്ടൂരും പോലീസിനെ സമീപിച്ചു. പരാതിക്കാർ താമസിക്കുന്ന കൊച്ചിയിലെ ഹോട്ടലിലെത്തിയാണ് കുന്നംകുളത്തു നിന്നുള്ള യുവാക്കളുടെ സംഘം ഭീഷണി മുഴക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി. തൃശൂർ, കോഴിക്കോട് സ്വദേശികളായ പരാതിക്കാരുടെ നാട്ടിലും ഭീഷണിയുമായി ആളെത്തി. ഫോണിലൂടെയും ഇന്റർനെറ്റ് കോളിലൂടെയുമുള്ള ഭീഷണിക്ക് പിന്നാലെയാണ് നേരിട്ടെത്തിയുള്ള വധഭീഷണി. ഞങ്ങൾ ഏകദേശം ഈ പരാതിക്കാർ തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലാണല്ലോ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നേരിട്ടും അല്ലാതെ ഞങ്ങളുടെ പ്രദേശത്തും വീട്ടിലും നിരവധി ആളുകൾ വന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിനിടെ തന്റെ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി കോടികളുടെ പണമിടപാടുകൾ നടത്തിയെന്ന് ആരോപിച്ച് മോൺസന്റെ മുൻ ഡ്രൈവർ അജി നെട്ടൂർ DGPക്ക് പരാതി നൽകി. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് അജിയുടെ അക്കൗണ്ടിലൂടെ നിരവധി പേരിൽ നിന്നായി 2.5 കോടിയോളം രൂപ മോൺസൺ തട്ടിയെടുത്തായി കണ്ടെത്തിയത്. അജിയോടൊപ്പം ജോലി നോക്കിയിരുന്ന മറ്റു ജീവനക്കാരുടെ അക്കൗണ്ടിലേക്കും കോടികൾ എത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിന്റെ ജാമ്യാപേക്ഷയിൽ എറണാകുളം ACJM കോടതി ഇന്ന് വിധി പറയും. ജാമ്യാപേക്ഷയിൽ നേരത്തെ വാദം പൂർത്തിയാക്കി വിധി പറയുന്നതിന് മാറ്റിവെച്ചിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മോൺസന് ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. മോൺസണെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതും ക്രൈംബ്രാഞ്ച് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നാണ് മോൺസൺ ആവശ്യപ്പെടുന്നത്. നേരത്തെ മോൺസന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിലെ 17 സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഒഴിപ്പിക്കാൻ നീക്കം. ഇത് സംബന്ധിച്ച കമ്പനികൾക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നോട്ടീസ് അയച്ചു. കോവിഡ് കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംരംഭകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഈ നടപടി. ബ്രിട്ടീഷ് കമ്പനിക്ക് വേണ്ടിയാണ് തദ്ദേശ സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഒഴിപ്പിക്കുന്നതെന്നാണ് ആരോപണം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പ്രൊഡക്ഷൻ, സർവീസ് കാറ്റഗറികളിൽ 33 സ്റ്റാർട്ടപ്പ് കമ്പനികൾ പ്രവർത്തിക്കുന്ന സൈബർ പാർക്കിലെ കെട്ടിടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ പ്രൊഡക്ഷൻ വിഭാഗത്തിലെ 17 കമ്പനികൾ ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നോട്ടീസ് നൽകിയത്. സർവീസ് കാറ്റഗറിയിലെ 16 കമ്പനികളെ 2ാം ഘട്ടത്തിൽ ഒഴിപ്പിക്കാനാണ് നീക്കം. ചെറുകിട സംരംഭകരുടെ കൂട്ടായ്മകൾ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഒഴിപ്പിച്ച് IT ഹബ് ബ്രിട്ടീഷ് IT കമ്പനിക്ക് കൈമാറാനാണ് നീക്കമെന്ന് ആരോപണമുണ്ട്. മൊബൈൽ 10Xൽ നിന്ന് ഇൻക്യുബേഷൻ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളെയാണ് ഒഴിപ്പിക്കുന്നത്. എല്ലാ കമ്പനികളിൽ നിന്ന് സ്റ്റാഫുകൾ വരെ പിരിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ കമ്പനികളുടെ പ്രവർത്തനം തന്നെ അനുസരിച്ച് നിൽക്കുമ്പോൾ പുറത്തുനിന്നുള്ള നമുക്ക് വർക്കുകളൊന്നും ഇനി കിട്ടില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ കമ്പനീൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാകുമ്പോൾ ഇനി അങ്ങോട്ടും മാറി നിൽക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് വളരാൻ കഴിയില്ല. കാരണം ഇത് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ്. അപ്പോൾ അത് സൈബർ പാർക്കോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷനോ അതിന് കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഞങ്ങളെ ഇവിടെ തന്നെ നിലനിർത്തണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് 1 വർഷത്തിലധികമായി സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നിന്ന് സൈബർ പാർക്ക് അധികൃതർ വാടക വാങ്ങാറില്ല.
സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിനിടെയാണ് കമ്പനികളെ ഒഴിപ്പിക്കാൻ നീക്കം. അതേസമയം ഇപ്പോൾ ഒഴിപ്പിക്കുന്ന 17 കമ്പനികൾക്ക് ആവശ്യമെങ്കിൽ ULCC സൈബർ പാർക്കിൽ സൗകര്യമൊരുക്കുമെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ജനറൽ മാനേജർ അശോക് പറഞ്ഞു. ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേറെ വരുമാനവും കാര്യങ്ങളൊന്നും വരാറില്ല. സ്പേസിന്റെ റെന്റ് ആണെങ്കിൽ വളരെ കുറവാണ്. നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവര് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ എല്ലാരും കൂടെ ഒത്തിരുന്ന് ആ ഒരു ഓളത്തിൽ പോവുക എന്നുള്ളത് അവര് നോക്കുന്നത്. അവര് ബിസിനസിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഒഴിപ്പിക്കുന്നതിനെ പറ്റിയല്ലാതെ മറ്റെന്ത് ചർച്ചയ്ക്കും തയ്യാറാണെന്നാണ് സംരംഭകരുടെ നിലപാട്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ ഈ കാലത്താണ് സൈബർ പാർക്കിൽ നിന്ന് സ്റ്റാർട്ടപ്പ് കമ്പനികളെ കുടിയിറക്കുന്നത്. പ്രതിസന്ധി കാലത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിരവധി സംരംഭകരാണ് ആശങ്കയിലുള്ളത്. കുത്തക കമ്പനിക്ക് വേണ്ടിയാണ് ഈ നീക്കമെന്നാണ് ആരോപണം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം S. വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. വിവരങ്ങളുമായി S. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഇതിനകത്ത് വിനേഷിന്റെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ മറ്റൊരു പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരെ ഒഴിപ്പിക്കുകയാണെങ്കിൽ എന്നുള്ളൊരു വിശദീകരണം തന്നെയാണോ സ്റ്റാർട്ടപ്പ് മിഷൻ ഉള്ളത്? അതിനകത്ത് പൂർണ്ണമായ സ്ഥിരീകരണമുണ്ടോ? കമ്പനികളുടെ പ്രധാനപ്പെട്ട പരാതികൾ ഏത് രീതിയിലാണ് ഉയർന്നിരിക്കുന്നത്? അപർണ, അങ്ങനെ ഒരു തൽക്കാലം വേണമെങ്കിൽ മാറ്റാം എന്നുള്ളൊരു സാധനമാണ്. അതിനൊരു ഉറപ്പൊന്നും നൽകിയിട്ടില്ല. അത് സമീപത്ത് തന്നെ ഈ സർക്കാർ സൈബർ പാർക്കിന് സമീപത്ത് തന്നെ ULCCയുടെ മറ്റൊരു സൈബർ പാർക്കുണ്ട്. അവിടെ ഒരു ഹബ്ബിലേക്ക് മാറ്റാമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ സൗകര്യങ്ങൾ, അവരുടെ വാടക, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ മാറാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ സംരംഭകർ പറയുന്നത്. നമുക്കറിയാം, ഇവിടെ 33 സംരംഭകർ, ഇത്തരത്തിൽ തദ്ദേശീയ സംരംഭകരായി 33 കമ്പനികൾ, സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ 2 തരത്തിലാണ്. അതായത് ഒന്ന് പ്രൊഡക്ഷൻ വിഭാഗം, ഈ ആപ്പുകളും മറ്റുമെല്ലാം ഡിസൈൻ ചെയ്യുന്നതും മറ്റുമാണ് ഉള്ളത്. ഒന്ന് അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലേക്കുള്ള കാറ്റഗറിയാണ്. മറ്റൊന്ന് സർവീസാണ്. ഇങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ 17 കമ്പനികളെയാണ് ഇവിടുന്ന് ഒഴിപ്പിക്കാൻ നീക്കം നടക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ കേരളത്തിലുള്ള കമ്പനികളാണ്. അതായത് ഈ കോഴിക്കോടും അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ നിന്നെല്ലാം തന്നെ ഒരു കൂട്ടു സംരംഭം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇവരെയാണ് പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത്. രണ്ടാം ഘട്ടം 16 സർവീസ് കാറ്റഗറിയിൽ വരുന്ന കമ്പനികളെ കൂടി ഒഴിപ്പിക്കാനാണ് നീക്കം. പക്ഷേ ആദ്യം ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഈ 17 കമ്പനികൾക്കാണ്. ഈ 17 കമ്പനികളെയും രണ്ടാം ഘട്ടത്തിൽ മറ്റേ കമ്പനികളെയും ഒഴിപ്പിക്കാനാണ് നീക്കം. അങ്ങനെ വരികയാണെങ്കിൽ ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകും എന്നാണ് ഈ സംരംഭകർ പറയുന്നത്. കാരണം വലിയ വായ്പ എടുത്തും മറ്റും തുച്ഛമായ സമ്പാദ്യങ്ങളും എല്ലാം ചെലവഴിച്ചാണ് ഇത്തരത്തിലൊരു ഇത് തുടങ്ങുന്നത്. ഇവിടെ ഒരു 2500 രൂപയാണ് ഒരു ചെയറിന് വാടക. ഇത്തരത്തിലാണ് സ്പേസുകൾ ലഭിക്കുന്നത്. ഇത് ULCCയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിലും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർ മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങൾ എങ്ങനെയെന്നൊന്നും പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ ULCC സ്വകാര്യ IT പാർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള IT പാർക്കിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് സംരംഭകർ പോകുന്നത്. ഇത് സംബന്ധിച്ച് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പറയുന്നത് അവർക്ക് കൃത്യമായ സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇവരെ രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നാണ് സംരംഭകർ പറയുന്നത്. ഇതിനൊരു കൃത്യമായിട്ടൊരു പരിമിതിയോ മറ്റോ നൽകിയിട്ടുണ്ടോ? ഇന്ന സമയത്തിനുള്ളിൽ മാറണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ടോ? രേഖാമൂലം ഉയർന്നിട്ടുണ്ടോ? അപർണ, ഇത് കോവിഡിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഇവരോട് മാറണം എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. കാരണം ഈ കോവിഡ് വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും വാടക ഒഴിവാക്കിയിരുന്നു. ഈ തദ്ദേശീയ സംരംഭകരുടെ കയ്യിൽ നിന്ന് വാടക വാങ്ങിക്കാറില്ല. ഇത്തരം സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നിന്ന് വാടക വാങ്ങിക്കാറില്ലായിരുന്നു. ഇപ്പോഴും വാടക വാങ്ങിക്കുന്നില്ല. കാരണം വലിയ പ്രതിസന്ധിയാണ് കോവിഡിൻ്റെ ആ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ വാടക വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ മുമ്പ് തന്നെ ഇവരിവിടുന്ന് മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് മെയിൽ അയച്ചിരുന്നു. ഇപ്പോഴും മെയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു സമയമൊന്നും പറയുന്നില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് മാറേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇതൊരു ബ്രിട്ടീഷ് കമ്പനിക്ക്, ഈ IT ഹബ്ബ് ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി, അവർക്ക് വാടകയ്ക്ക് നൽകാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രവർത്തനം അങ്ങോട്ട് വ്യാപിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എല്ലാവരും തന്നെ വളരെ സാധാരണക്കാരായ ആളുകൾ
അവരുടെ തുച്ഛമായ വരുമാനം കൂട്ടിവെച്ചും വായ്പയെടുത്തും മറ്റും തുടങ്ങിയ സംരംഭമാണ്. ഇത് തകർക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആവശ്യപ്പെടുന്നത്. റൈറ്റ്. ഏതായാലും കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിലാണ് 17 സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഒഴിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. അതിൽ നിന്ന് മാറുകയില്ല, എന്നാൽ ഒഴിഞ്ഞു പോവുകയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സംരംഭകരും കടന്നിരിക്കുന്നത്. ശിവനേഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. വിശദാംശങ്ങൾക്ക് കാണുക Malayalam.news18.com. തിരുവനന്തപുരത്ത് നിന്ന് സ്ഥലമുടമകളിൽ നിന്നും സ്ഥലം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്, ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി തലത്തിലുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷവും ബഹുമാനപ്പെട്ട 4 മന്ത്രിമാരും റെയിൽവേ അധികൃതരുമായി വീണ്ടും ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയുടെ റിവേഴ്സ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള പണം കേരള സർക്കാർ നൽകാമെന്നും ഏറ്റതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എത്രയും പെട്ടെന്ന് തന്നെ ശബരി റെയിൽപാത നിർമ്മിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ശ്രീമതി യു പ്രതിഭ. സ്പീക്കർ സർ, ഡിജിറ്റൽ ഇന്ത്യ എന്ന സങ്കല്പം നാഴിക നാപ്പോട്ടം വിളിച്ചു പറയുന്ന കേന്ദ്ര സർക്കാർ, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും ഇനിയും ഒരുപാട് ദൂരമുണ്ട് ഹൈടെക് ആവാൻ. നിരവധി രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള മന്ത്രിയാണിപ്പോൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. സാർ, ഈ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നൂതനമായ സംവിധാനങ്ങൾ ആവിഷ്കരിക്കാനായിട്ട് അങ്ങ് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. ഒരു ഉദാഹരണം കൂടിയുണ്ട്. നമ്മൾ ദീർഘദൂര യാത്രികരായിട്ട് സ്ത്രീകൾ ട്രെയിനിൽ കയറുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഈ സ്ഥലം അറിയാൻ കഴിയുന്നില്ല. വെളുപ്പാൻ കാലത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ സ്ഥലം നമ്മുടെ എന്തെങ്കിലും കാണപ്പാൻ നെറ്റ് പോയാൽ നമുക്ക് ട്രെയിനിൽ അത് അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഏറ്റവും ചെറിയ കാര്യം ഡിസ്പ്ലേ ബോർഡെങ്കിലും വെച്ചുകൊണ്ട് ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ അതൊക്കെ സ്ത്രീ സുരക്ഷയ്ക്ക് ഗൗരവകരമായി ഇടപെടേണ്ട ചില കാര്യങ്ങൾ, ചില സജഷൻസ് ആണ്. അങ്ങയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള സമ്മർദ്ദം ഉണ്ടാകും? സർ, ഈ റെയിൽവേ ട്രെയിനുകളിൽ ദീർഘദൂര ട്രെയിനുകൾ ഇപ്പോൾ തന്നെ രാജധാനി പോലുള്ള ട്രെയിനുകൾ അതാത് സ്റ്റേഷനുകളുടെ പേരുകൾ ഇപ്പോൾ ഡിസ്പ്ലേ വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൽ വരുന്ന ചില ട്രെയിനുകൾ എക്സ്പ്രസ് മെയിൽ പോലുള്ള ട്രെയിനുകളിലും ചിലതിൽ ഇപ്പോൾ അത് ഘടിപ്പിച്ചിട്ടുണ്ട്. വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്തും ഓടുന്ന ട്രെയിനുകളിൽ ഡിസ്പ്ലേ സംവിധാനം വരുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും റെയിൽവേ അധികൃതമായി സംസാരിക്കാം. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മീറ്റിംഗിൽ ആ കാര്യങ്ങൾ പറയുന്നതാണ്. ശ്രീ കെ ജെ മാക്സി. സാർ, റെയിൽവേയുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര റെയിൽവേ മന്ത്രിയും റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കാമോ? സർ, കഴിഞ്ഞ 29-ാം തീയതിയും അതിനു മുമ്പ് 4-ാം തീയതിയും 2 ചർച്ചകൾ കഴിഞ്ഞ അടുത്തടുത്ത ഒരേ മാസത്തിൽ 2 തവണയായി നമ്മൾ നടത്തുകയുണ്ടായി. കേരളത്തിലെ റെയിൽവേ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ കോവിഡ് പശ്ചാത്തലത്തിന് ശേഷം പ്ലാറ്റ്ഫോം ടിക്കറ്റ് അടക്കമുള്ള സീസൺ ടിക്കറ്റുകൾ, അതോടൊപ്പം തന്നെ നിർത്തിയ പാസഞ്ചർ ട്രെയിനുകൾ ആരംഭിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ നല്ല സമീപനമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റുകളുടെ നിരക്ക് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ച ഒരു പ്രശ്നം നിലനിന്നിരുന്നു. ആ കാര്യത്തിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് 50 രൂപ എന്നുള്ള നിരക്ക് വെച്ചതെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ കാര്യത്തിലും മാറ്റമുണ്ടാവുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ കോവിഡ് പ്രതിരോധത്തിലെ പാളിച്ചകൾ വിഷയമാക്കാനും ചർച്ചയാക്കാനും പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അടുത്ത മാസം ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് ബോർഡ് നീങ്ങുന്നത്. ഒരു മാസം 40 കോടിയുടെ ചെലവുണ്ടെന്നും സർക്കാരിന്റെ അടിയന്തര സഹായമില്ലാതെ മുന്നോട്ടു പോകാനാകില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ന്യൂസ് 18നോട് പറഞ്ഞു. സമാനതകളില്ലാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീങ്ങുന്നത്. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ 1.5 വർഷമായി വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും നിലച്ച മട്ടാണ്. ശബരിമലയിൽ നിന്നുള്ള വരുമാനം ഇല്ലാതായതോടെ പ്രതിസന്ധി വർദ്ധിച്ചു. ജീവനക്കാരുടെ ശമ്പളത്തിനും ക്ഷേത്രങ്ങളിലെ പൂജാകാര്യങ്ങൾക്കുമായി 40 കോടി രൂപയുടെ ചെലവാണ് ഒരു മാസം വേണ്ടിവരുന്നത്. അടുത്ത മാസം ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ബോർഡ് നേരിടുന്നത്.
സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അടിയന്തരമായി 100 കോടി രൂപ സർക്കാർ അനുവദിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം. നമുക്ക് ശമ്പളം, പെൻഷൻ, മറ്റ് പൂജാ ചെലവുകൾ ഒക്കെ ആയിട്ട് ഒരു 40 കോടിയിലധികം രൂപ ഒരു മാസം വേണ്ടി വരും. അത് ഇപ്പോഴത് താങ്ങാനൊക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് ആയി മാറിയിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായും സർക്കാരിനെയാണ് നമുക്ക് സമീപിക്കാൻ കഴിയുന്നത്. സർക്കാരിനെ സമീപിച്ചു ഒരു 100 കോടി രൂപയെങ്കിലും ദേവസ്വം ബോർഡിനെ സഹായിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. കാരണം ശബരിമല തീർത്ഥാടനം നടത്തുന്നതിനും മറ്റ് അടിയന്തരമായിട്ട് ഉള്ള ചില ചിലവുകൾക്കുമൊക്കെ ജീവനക്കാർക്ക് ഈ മാസം വരെ ശമ്പളം കൊടുത്തു കഴിഞ്ഞു. തുടർന്നങ്ങോട്ടുള്ളത് എത്രമാത്രം കൊടുക്കാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് തുടർന്നും വരുന്ന സാമ്പത്തിക സഹായം ഏതൊക്കെ നിലയിലാണോ അതനുസരിച്ച് തീരുമാനിക്കാൻ കഴിയും. മണ്ഡലകാല തീർത്ഥാടനം അടുത്ത മാസം 15-നാണ് ആരംഭിക്കുക. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ പ്രതിദിനം 25,000 തീർത്ഥാടകർക്കാണ് ദർശനം അനുവദിക്കുന്നത്. ഇത് ആശ്വാസം നൽകുന്ന നടപടിയാണെങ്കിലും പണമില്ലാതെ തീർത്ഥാടകർക്കായി എങ്ങനെ അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന ചോദ്യമാണ് ബോർഡിനെ വലയ്ക്കുന്നത്. എസ് ശരൺ, ന്യൂസ് 18, തിരുവനന്തപുരം. 12-കാരിയായ മകളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ ശ്രമിച്ച അച്ഛന് വിദേശത്തേക്ക് കടക്കാൻ പോലീസ് സഹായം ചെയ്തതായി അമ്മയുടെ ആരോപണം. സെപ്റ്റംബർ 28-ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും അറസ്റ്റ് നടക്കാതിരുന്നതോടെ പ്രതി ഈ മാസം 2-ന് വിദേശത്തേക്ക് കടന്നു. കേസ് അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങളിൽ അസ്വാഭാവികതയുണ്ടായിരുന്നതായും പെൺകുട്ടിയുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. നന്നായി പഠിച്ചിരുന്ന 12-കാരി ഓൺലൈൻ ക്ലാസ്സിൽ കയറാതായി. പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ടായി. അധ്യാപിക സ്കൂളിൽ വിളിച്ചുവരുത്തി സംസാരിച്ചപ്പോഴാണ് വീടിനകത്ത് പിതാവിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. പിതാവ് അശ്ലീല വീഡിയോ കാണിക്കാൻ ശ്രമിച്ചു. ലൈംഗിക ലക്ഷ്യത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു. ഉമ്മയോട് കാര്യം പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി അന്തർമുഖിയായി. ഞാൻ ശരിക്കും അവർ പറയുമ്പോൾ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവളെ ഉപ്പാൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ വീട്ടിൽ എവിടെ പോവുകയാണെങ്കിലും അവളെ ഉപ്പാൻ്റെ അടുത്താക്കിയിട്ടാണല്ലോ പോവുകയൊക്കെ ചെയ്യുക. സ്കൂൾ അധികൃതരാണ് ആദ്യം കുന്നമംഗലം പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് മാതാവും പരാതിപ്പെട്ടു. സെപ്റ്റംബർ 28-ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെങ്കിലും അറസ്റ്റുണ്ടായില്ല. ഒക്ടോബർ 2-ന് പ്രതി വിദേശത്തേക്ക് കടന്നു. അവർ 2-ാം തീയതി ഗൾഫിലേക്ക് പോകുന്നുള്ള ഉറപ്പാന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവർ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് അവർ വയനാട്ടിൽ അവരൊപ്പൻ്റെ അടുത്താണ് താമസിക്കണത് എന്നൊക്കെ ഞാൻ വിളിച്ച് കറക്റ്റ് സ്ഥലം എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2-ാം തീയതി കഴിഞ്ഞ് 3-ാം തീയതി രാവിലെ ഹസ്ബൻഡിൻ്റെ ഉപ്പ വിളിച്ച് എന്നോട് പറഞ്ഞ് എൻ്റെ മോൻ സേഫായിട്ടുള്ള സ്ഥലത്തെത്തി. ഇനി ഞങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, എന്നെ എൻ്റെ മോളെയും ഇവിടുന്ന് ഇറക്കി വിടും. പിന്നെ നിങ്ങളെ കൊണ്ട് എന്നെ കൊടുത്ത പരാതി ഞങ്ങൾ പിൻവലിപ്പിക്കാനുള്ളൊക്കെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് ചെയ്തു തരും. കേസ് അട്ടിമറിക്കാൻ കുന്നമംഗലം പോലീസിൽ ആളുകളുണ്ടെന്ന് പ്രതിയുടെ പിതാവ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറിയതെന്ന് മാതാവ് ആരോപിക്കുന്നു. പോലീസുകാർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായി, പിന്നെ മോക്കെന്തോ അസുഖമുണ്ടോ, വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളത്. അവൾക്ക് എന്താ വെച്ചാൽ അവളോട് സംസാരിക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നോണ്ട് ഒരു പേടി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അഷ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പരാതി ഉയർന്നതോടെ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് അറസ്റ്റ് വൈകിയതെന്നും പ്രതിയെ നാട്ടിലെത്തിക്കാൻ നടപടിയെടുക്കുമെന്നുമാണ് കുന്നമംഗലം പോലീസിന്റെ വിശദീകരണം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കോൺഗ്രസ് 2-ാം ഘട്ട പുനഃസംഘടന അവസാന ഘട്ടത്തിൽ. ഭാരവാഹികളുടെ കരട് പട്ടികയുമായി കെ സുധാകരനും വി ഡി സതീശനും ഇന്ന് ഡൽഹിക്ക് പോയേക്കും. ഗ്രൂപ്പ് നേതൃത്വങ്ങൾ നൽകിയ ലിസ്റ്റും പരിഗണിച്ചാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനിടെ KPCC നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ നേതാക്കൾ രൂപീകരിക്കുന്ന സംഘടനകൾക്കെതിരെ കെ സുധാകരൻ രംഗത്തെത്തി. കഴിഞ്ഞ മാസം പ്രഖ്യാപിക്കാനിരുന്നതാണ് ഭാരവാഹി പട്ടിക. എന്നാൽ ചർച്ചകൾ നീണ്ടുപോയി. AI ഗ്രൂപ്പുകൾ നൽകിയ ലിസ്റ്റ് നേതൃത്വത്തിന്റെ കയ്യിലുണ്ട്. DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചപ്പോഴുള്ള വിവാദം ഒഴിവാക്കാൻ ജാഗ്രതയോടെയാണ് 2-ാം ഘട്ട പുനഃസംഘടന ചർച്ച നടത്തിയത്. ഗ്രൂപ്പ് പേരുകൾ പരിഗണിക്കുന്നതിനൊപ്പം പുതിയ നേതൃത്വത്തിന്റെ താൽപര്യക്കാരെയും ഉൾപ്പെടുത്തും. 15 ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയുമാണ് പ്രഖ്യാപിക്കേണ്ടത്. ഇടയ്ക്ക് ഭാരവാഹികളുടെ എണ്ണം ഉയർത്തണമെന്ന നിർദ്ദേശം ഉയർന്നെങ്കിലും മുൻ നിശ്ചയിച്ചതിൽ നിന്നും കാര്യമായ മാറ്റമുണ്ടാവില്ല. 2 വനിതകളെങ്കിലും ജനറൽ സെക്രട്ടറിമാരാകും.
കരട് ലിസ്റ്റുമായി ഇന്ന് നേതൃത്വം ഡൽഹിക്ക് പോയേക്കും. KPCC സെക്രട്ടറിമാരെ ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കില്ലെന്നാണ് സൂചന. ഹൈക്കമാൻഡ് ഇടപെടലിൽ ലിസ്റ്റിന് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. തുടർ ചർച്ചകൾ ഡൽഹിയിൽ നടക്കും. ഈ മാസം 10-ന് മുമ്പായി ഭാരവാഹികളെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ഇതിനിടെ KPCC നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ നേതാക്കൾ സംഘടനകൾ രൂപീകരിക്കുന്നതിനെതിരെ നേതൃത്വം രംഗത്തു വന്നു. പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് പ്രവർത്തകരുടേതായ പുതിയ കൂട്ടായ്മ അംഗീകരിക്കാനാവില്ലെന്നാണ് KPCC അധ്യക്ഷന്റെ നിലപാട്. ഇന്നലെ കാസർഗോഡ് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന സംഘടനയുടെ പരിപാടിക്കിടെ പ്രവർത്തകർ തമ്മിലടിച്ചതാണ് പുതിയ നീക്കത്തിന് കാരണം. ന്യൂസ് 18 തിരുവനന്തപുരം. KS അന്തിമ റാങ്ക് പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. 852 പേരാണ് അഭിമുഖത്തിന് യോഗ്യത നേടിയിരുന്നത്. 3 സ്ട്രീമുകളിലായി 30 പേരെയാകും ആദ്യം നിയമിക്കുക. ബാക്കിയുള്ള ഒഴിവുകളിലേക്ക് അടുത്ത ബാച്ചിൽ നിന്ന് നിയമനം നടത്തും. റാങ്ക് പട്ടികയ്ക്ക് 1 വർഷത്തെ കാലാവധിയുണ്ട്. ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് IAS-ന് സമാനമായി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് 2 വർഷത്തെ പ്രത്യേക പരിശീലനം നൽകും. ആദ്യ ബാച്ച് നവംബർ 1-ന് ജോലിയിൽ പ്രവേശിക്കാവുന്ന തരത്തിലാണ് PSCയുടെ നടപടികൾ. ഒക്ടോബർ 11 മുതൽ ഇന്ത്യക്കാർക്ക് ക്വാറന്റീനിൽ ഇളവ് പ്രഖ്യാപിച്ചു ബ്രിട്ടൻ. 2 കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്കും ബ്രിട്ടൻ അംഗീകരിച്ച മറ്റ് വാക്സിനുകൾ എടുത്തവർക്കും ക്വാറന്റീനില്ല. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സി ലിയാണ് പുതിയ തീരുമാനം അറിയിച്ചത്. ഇന്ത്യക്കാർക്ക് ബ്രിട്ടൻ ഏർപ്പെടുത്തിയ ക്വാറന്റീൻ നിബന്ധനകൾ വിമർശന വിധേയമായിരുന്നു. തുടർന്ന് ഇന്ത്യയും നിലപാട് കടുപ്പിക്കുകയും ബ്രിട്ടനിൽ നിന്ന് എത്തുന്നവർക്ക് 10 ദിവസ ക്വാറന്റീൻ നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് വിശദാംശങ്ങൾ കാണുക malayalam.news18. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. PV അൻവർ MLA-യുടെ ഭാര്യ പിതാവിന്റെ ഉടമസ്ഥതയിൽ കക്കാടംപൊയിൽ ചീങ്കണിപ്പാലിയിലെ തടയണ ഇന്ന് പെരിന്തൽമണ്ണ സബ് കളക്ടർ സന്ദർശിക്കും. തടയണ പൊളിക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാത്തതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി മലപ്പുറം ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിരുന്നു. ഇതേ തുടർന്നാണ് സന്ദർശനം. വിദഗ്ധ സമിതി അംഗങ്ങളും സബ് കളക്ടർക്കൊപ്പം ചീങ്കണിപ്പാലിയിൽ എത്തും. PV അൻവർ MLA-യുടെ ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ചീങ്കണ്ണിപ്പാലയിലെ അനധികൃത തടയണ പൊളിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2020 ജൂൺ 9-നായിരുന്നു അന്തിമ വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറത്തിറങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും തടയണ പൊളിക്കാൻ മുൻ മലപ്പുറം കളക്ടർ K ഗോപാലകൃഷ്ണൻ നടപടി സ്വീകരിച്ചില്ല. ഇതോടെ പരാതിക്കാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നടപ്പാക്കാൻ 2021 ജനുവരി 15-ന് വീണ്ടും കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശവും നിശ്ചിത ഇടവേളകളിൽ കളക്ടർ തടയണ സന്ദർശിക്കണമെന്നും വെള്ളം കെട്ടിനിൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കി സ്വാഭാവിക നീരൊഴുക്ക് നിലനിർത്തണമെന്നുമുള്ള ഹൈക്കോടതി ഉത്തരവിലെ നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ലെന്ന് കാണിച്ച് നിലമ്പൂർ സ്വദേശി MP വിനോദ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. സബ് കളക്ടർക്ക് പുറമെ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, നിലമ്പൂർ നോർത്ത് DFO, ജില്ലാ ജിയോളജിസ്റ്റ്, ഏറനാട് തഹസിൽദാർ, വെറ്റിലപ്പാറ, ഊർങ്ങാട്ടിരി പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ടാകും. നേരത്തെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് മുൻ കളക്ടർ ജാഫർ മാലിക് 2019 ജൂണിൽ തടയണയുടെ ഒരു ഭാഗം പൊളിച്ച് വെള്ളം തുറന്നുവിട്ടിരുന്നുവെങ്കിലും തടയണ പൂർണ്ണമായും പൊളിച്ചിരുന്നില്ല. ന്യൂസ് 18 മലപ്പുറം. പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ 100 കണക്കിന് ഏക്കർ നെൽകൃഷിയാണ് നശിച്ചത്. കൊയ്ത്തിന് പാകമായ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടം കർഷകർക്കുണ്ടായി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പാലക്കാട് പെയ്ത മഴയിൽ 530 ഏക്കർ നെൽകൃഷി നശിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. മാത്തൂർ, കണ്ണാടി, ആലത്തൂർ, ചിറ്റൂർ മേഖലകളിലാണ് കൃഷിനാശം ഏറെയും. 700ഓളം കർഷകരുടെ നെൽകൃഷിയാണ് നശിച്ചത്. 3.25 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പല പാടശേഖരങ്ങളിലും കൊയ്ത്താരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് ശക്തമായ മഴയിൽ കൃഷി നശിച്ചത്. വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടായ മഴ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വളരെ ശക്തമായ മഴയാണ് പെയ്തത്. അത്യാവശ്യം പല പ്രദേശങ്ങളിലും വീണ് മേലെ കൂടെ വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്ഥിതി. കുറെ കൂടി താഴത്ത് വരുമ്പോൾ ഇപ്പോഴും വ്യാപകമായി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും നശിച്ചു. അതൊരിക്കലും ഇനി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇത്തവണ ഉൽപാദനം കുറവാണെന്ന് കർഷകർ പറയുന്നു. ഈ പ്രതിസന്ധിക്ക് പിന്നാലെയാണ് മഴയും നാശം വിതച്ചത്. കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ വൈകുന്നതും കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്ന നാവികസേന പടക്കപ്പലിന്റെ യാത്ര അനിശ്ചിതത്വത്തിലായി. കപ്പൽ ആലപ്പുഴ ബൈപ്പാസിന് മുകളിൽ നിന്ന് പൊക്കി തീരത്തേക്ക് വെക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകാത്തതാണ് പ്രതിസന്ധി. ബീച്ചിൽ കപ്പൽ ഇറക്കുന്നതിന് തുറമുഖ വകുപ്പും അനുമതി നൽകിയിട്ടില്ല. ജലമാർഗം തണ്ണീർമുഖത്തെത്തിയ നാവികസേനയുടെ ഡീകമ്മീഷൻ ചെയ്ത പടക്കപ്പൽ ആഘോഷപൂർവ്വമാണ് ആലപ്പുഴ ബീച്ചിലേക്ക് യാത്ര തിരിച്ചത്.
ആദ്യത്തെ തീരുമാനപ്രകാരം കപ്പൽ കടന്നു പോകേണ്ട റൂട്ടിൽ റെയിൽവേ ലൈനുകളടക്കമുണ്ടായിരുന്നു. യാത്രയ്ക്ക് റെയിൽവേ അനുമതി നിഷേധിച്ചതോടെ ആലപ്പുഴ ബൈപ്പാസ് വഴി ബീച്ചിനടുത്ത് വരെ എത്തിക്കാനും പിന്നീട് എലിവേറ്റഡ് ഹൈവേയിൽ നിന്നും ക്രെയിൻ മാർഗം താഴേക്കിറക്കാനുമായി പദ്ധതി. എന്നാൽ ദേശീയപാത വിഭാഗം അനുമതി നിഷേധിച്ചതോടെ ബൈപ്പാസിന്റെ തുടക്കത്തിൽ തന്നെ കപ്പൽ മാറ്റിവെക്കേണ്ടതായി വന്നു. യാത്രയ്ക്ക് ആവശ്യമായ അനുമതികളൊന്നും തേടിയിട്ടില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കപ്പൽ ഇറക്കുമ്പോൾ ബൈപ്പാസിന് കേടുപാടുകൾ സംഭവിക്കുമോ എന്ന് ദേശീയപാത വിഭാഗത്തിനും ആശങ്കയുണ്ട്. ഇനി ദേശീയപാത അതോറിറ്റിയുടെ ഒരു അനുമതി കൂടെ ഉണ്ട്. കാരണം ഇത് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നാണ് ഇത് തീരത്തോട്ട് ഇറക്കേണ്ടത്. അപ്പോൾ അവരുടെ ഒരു അനുമതി കൂടെ അതിനകത്ത് ആവശ്യമുണ്ട്. ആ അനുമതിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. അനുമതി ഉടനെ ലഭിക്കും. അത് ലഭിക്കുന്ന മുറയ്ക്ക് ഭരണകൂടം ബാക്കി ക്രമീകരണങ്ങളെല്ലാം വരുത്തിയിട്ട് അത് വെസൽ നമ്മൾ ഇറക്കി നിശ്ചിത സ്ഥലത്ത് ഇറക്കി വയ്ക്കുന്നതായിരിക്കും. ചില ഭാഗങ്ങൾ ഇളക്കി മാറ്റി കപ്പലിന്റെ ഭാരം 60 ടണ്ണിൽ നിന്ന് 33 ടണ്ണായി കുറച്ചിട്ടുണ്ട്. ഇതിനുശേഷം അനുമതിക്കായി വീണ്ടും ശ്രമിക്കുകയാണ്. അതേസമയം അനുമതി തേടിയിട്ടല്ല കപ്പൽ കൊണ്ടുവരുന്നതെന്ന് പോർട്ട് അധികൃതരും വ്യക്തമാക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. 10 രൂപയ്ക്ക് ഉച്ചയൂണ് നൽകുന്ന കൊച്ചി നഗരസഭയുടെ സമൃദ്ധി അറ്റ് കൊച്ചി പദ്ധതി പ്രവർത്തനം തുടങ്ങി. വിശപ്പരഹിത കൊച്ചി ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു ദിവസം 600 പേർക്കെങ്കിലും ഭക്ഷണം നൽകുകയാണ് ലക്ഷ്യം. ജനകീയ ഹോട്ടലുകളുടെ പ്രവർത്തനങ്ങൾ വലിയ ചർച്ചയാകുന്ന വേളയിലാണ് 10 രൂപയ്ക്ക് ഊണെന്ന ആശയവുമായി കൊച്ചി നഗരസഭ എത്തുന്നത്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ അടുക്കളയിൽ ഒരേ സമയം 1500 പേർക്ക് ഭക്ഷണം തയ്യാറാക്കാം. ആദ്യ ദിവസങ്ങളിൽ ഉച്ചഭക്ഷണവും പിന്നീട് പ്രാതലും നൽകും. രാത്രി ഭക്ഷണം നൽകുവാനും പദ്ധതിയുണ്ട്. നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് ജനകീയ ഹോട്ടലുകളിലേക്കുള്ള ഭക്ഷണവും വൈകാതെ ഇവിടെയാകും പാചകം ചെയ്യുക. പ്രത്യേക പരിശീലനം ലഭിച്ച കുടുംബശ്രീ പ്രവർത്തകരായ 14 വനിതകളാണ് ആദ്യഘട്ടത്തിൽ തൊഴിലാളികൾ. കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും ഭാഗമാണ് ഇതെല്ലാം. നമ്മൾ ഭയങ്കര വിഭവസമൃദ്ധമായ കാര്യങ്ങളല്ല ഇതിൽ കാണേണ്ടത്. ഇത് തൊഴിലാളികളെയും സാധാരണക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. കുടുംബശ്രീ സ്വയം സെൽഫ് സ്ട്രെങ്തൻഡ് ആവുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ 10 രൂപ എന്നുള്ളത് മാറ്റിയിട്ട് വളരെ പാവപ്പെട്ടവരായ നീഡി ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായി കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു സാധ്യത ഈ നഗരത്തിലുണ്ട്. ഈ സ്ഥലം അതിന് പറ്റിയതാണ്. ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ കൊച്ചി പരമാര റോഡിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം മഞ്ജു വാര്യർ നിർവഹിച്ചു. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 വരെയാണ് നിലവിൽ പ്രവർത്തന സമയം. മുത്തൂറ്റ് ഫിനാൻസ് ഗ്രൂപ്പിന്റെ CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ഹോട്ടലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് 18 കൊച്ചി. കോട്ടയം നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് BJP. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും കൂട്ടുകെട്ടുണ്ടാകില്ലെന്നും BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. നേരത്തെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ BJP പിന്തുണച്ചത് വിവാദമായിരുന്നു. ഈ മാസം 20-ന് ശേഷം നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പുണ്ടാകും. ആ സാഹചര്യത്തിലാണ് പുതിയ ജില്ലാ അധ്യക്ഷൻ കൂടിയായ ലിജിൻ ലാൽ BJPയുടെ നിലപാട് വ്യക്തമാക്കിയത്. BJP ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയ്ക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. BJPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ വേണ്ടിയാണ് തീരുമാനം. ആ തീരുമാനം ഓൾറെഡി BJPയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും അറിയിച്ചു കഴിഞ്ഞ തീരുമാനം തന്നെയാണ്. കോട്ടയം നഗരസഭയിൽ UDF ഭരണത്തിനെതിരായ CPM അവിശ്വാസം പാസ്സായത് BJPയുടെ പിന്തുണയോടെയായിരുന്നു. ഏറെ വിവാദങ്ങൾക്കാണ് ഈ ബന്ധം വഴിവെച്ചത്. ആക്ഷേപങ്ങൾ മാറ്റാനല്ല ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്നും BJP പറയുന്നു. ആ സമരം നടത്തിക്കൊണ്ട് BJP മുന്നോട്ട് പോകുമ്പോഴാണ് ആ ചെയർപേഴ്സണെ താഴെ ഇറക്കാനുള്ള ഒരു അവസരമുണ്ടായത്. അത് ഈ നഗരസഭയുടെ വികസനത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട്, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അത് അനിവാര്യമായിരുന്നു. അത് BJP ധാർമ്മികമായിട്ട് BJPയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അവിടെ നിറവേറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. 52 അംഗ നഗരസഭയിൽ 22 പേർ വീതമാണ് UDFനും LDFനും ഉള്ളത്. 8 അംഗങ്ങളുള്ള BJP കൂടി മത്സരിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് നിർണായകമാകും. ന്യൂസ് 18 കോട്ടയം. വീണ്ടും ഇടവേള. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18. പാൽവില ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി. കാലിത്തീറ്റയുടെ കൂടിയ വിലയാണ് പാൽവിലയെ ബാധിക്കുന്നത്. കാലിത്തീറ്റ വില കുറയ്ക്കാനുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ട്. ക്ഷീരസംഘങ്ങൾക്ക് ആദായ നികുതി ഒഴിവാക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായും ക്ഷീര കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഈ പാൽവിലയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്താണ് വില കൊടുക്കുന്നത്. നമ്മൾ 36 രൂപ മുതൽ 45 രൂപ വരെ നമ്മൾ പാലിന് വില കൊടുക്കുന്നു.
അന്യ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പാലിൻ്റെ വില വളരെയധികം കുറവാണ്. 26 രൂപ മുതലേ ഉള്ളൂ, അല്ലെങ്കിൽ 26 രൂപയേ ഉള്ളൂ. നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്ന് പലപ്പോഴും പാൽ അതുകൊണ്ട് കടന്നു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാലിലല്ല വില കൂട്ടേണ്ടുന്നത്, കാലിത്തീറ്റയിൽ എങ്ങനെയാണ് ഉൽപ്പാദന ചെലവ് നമുക്ക് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടുന്നത്. അതിൻ്റെ ഒരു ചർച്ച ഞങ്ങൾ മിൽമായും അതുപോലെ തന്നെ കേരള ഫീഡ്സും ഒക്കെ ആയിട്ട് തുടങ്ങി വെച്ചു. അതുകൂടാതെ തന്നെ കേന്ദ്രമന്ത്രിയുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയത്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വാക്സിനേഷൻ ക്യാമ്പയിൻ അതിവേഗം രാജ്യത്ത് മുന്നേറുകയാണ്. 100% വാക്സിനേഷൻ എന്ന ലക്ഷ്യത്തിലെത്താൻ സർക്കാരുകൾ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത ഭിന്നശേഷിക്കാർക്ക് വാക്സിൻ നൽകുക എന്നതൊരു വെല്ലുവിളി തന്നെയാണ്. അവരെ തേടി വീടുകളിലേക്ക് പോവുകയാണ് ആരോഗ്യ പ്രവർത്തകർ. നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്ക് സഞ്ജീവനി ക്യാമ്പയിൻ. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ രാജ്യത്ത് അത്ര വേഗത്തിലാണ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ദിവസവും ലക്ഷക്കണക്കിന് ആളുകളെ വാക്സിനിലൂടെ കോവിഡിൽ നിന്ന് സുരക്ഷിതരാക്കാനുള്ള അതിതീവ്ര ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ വാക്സിനോട് മുഖം തിരിഞ്ഞു നിന്നവരുടെ മനോഭാവം ക്രമേണ മാറി. എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന ചിന്തയിലേക്ക് വന്നു. അതേസമയം വാക്സിൻ എടുക്കാൻ തയ്യാറായിട്ടും അതിന് കഴിയാതിരുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. വാക്സിൻ പ്രവർത്തനങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോയ പലയിടങ്ങളിലും ഭിന്നശേഷിക്കാരുടെ വാക്സിനേഷൻ വലിയ വെല്ലുവിളി തന്നെയായി. ശാരീരിക വിഷമതകളാൽ വാക്സിനേഷൻ ക്യാമ്പുകളിൽ എത്താൻ കഴിയാത്തവരെ തേടി അവരുടെ വീടുകളിൽ പോകുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ കണ്ടെത്തിയ പരിഹാരം. हमने एसडीएम मैडम और कलेक्टर सर के निर्देशानुसार जो है उनको घर घर जा करके वैक्सीन लगाएंगे करके भी हमारा 7 दल बना हुआ है नगर पालिका में. വലിയ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ സർക്കാരുകൾ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചപ്പോൾ വാക്സിനേഷൻ റെക്കോർഡ് നിലയിലെത്തി. സമ്പൂർണ്ണ വാക്സിനേഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് സർവ്വസന്നാഹങ്ങളും ഒരുക്കിയതിൻ്റെ ഫലമായിരുന്നു അത്. आंगनबाड़ी कार्यकर्ता और एनएम नगर पालिका के कर्मचारी और शिक्षा विभाग के शिक्षक भी हैं. 100% വാക്സിനേഷൻ എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കേന്ദ്ര സർക്കാർ നയം ലക്ഷ്യം കാണുകയാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും പരിഹരിച്ച് മുന്നേറുക തന്നെയാണ് പ്രവർത്തന മാർഗം. ന്യൂസ് 18 ചണ്ഡീഗഡ്. ഇനി സ്പോർട്സ് വാർത്തകൾ.